നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തൊണ്ടി മുതൽ തിരിമറി നടത്തിയ കേസിൽ 2022 ജൂലൈയിലാണ് ചർച്ചയായത്. അന്നു മുതൽ മന്ത്രി ആന്റണി രാജു നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് 2006 UDF സർക്കാർ ബോധപൂർവം തന്നെ കേസിൽ കുടുക്കി എന്നും തെളിവില്ല എന്ന് കണ്ട് 2002 തന്നെ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ച ഒരു കേസിൽ വീണ്ടും കുത്തിപ്പൊക്കിയത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് 2006 കുത്തിപ്പൊക്കുകയായിരുന്നു എന്നൊക്കെയാണ്. നിയമസഭയിലും പുറത്തും ആന്റണി രാജു തന്നെ നിരന്തരം ബാധിച്ചുകൊണ്ടിരുന്നു. ഇതിനെല്ലാമുള്ള മറുപടി അദ്ദേഹം കൂടി അംഗമായിരുന്ന ഇടത് സർക്കാർ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നൽകിയ അഫിഡവിറ്റിലുണ്ട്. കഴിഞ്ഞ ദിവസം പരിഗണിക്കാനായി മാറ്റിവെച്ചിരുന്നെങ്കിലും ആന്റണി രാജുവിന് മറുപടി സമർപ്പിക്കാൻ സമയം അനുവദിച്ചുകൊണ്ട് കേസ് ഈ മാസം 19 മാറ്റിവെക്കുകയായിരുന്നു. കേസ് ഗൗരവ സ്വഭാവമുള്ളതാണെന്നും കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ ആന്റണി രാജു അടക്കം പ്രതികൾ നടത്തിയ തിരിമറി കാരണം രക്ഷപ്പെട്ടു പോയത് ലഹരിക്കടത്ത് പോലെ ഗുരുതര സ്വഭാവമുള്ള കേസിലെ പ്രതിയായിരുന്നു. അയാൾ വിദേശിയുമായിരുന്നു. 2002 അന്വേഷണം അവസാനിപ്പിച്ചത് അൺഡിറ്റക്റ്റഡ് എന്ന് റിപ്പോർട്ട് നൽകിയാണ്. തെളിവുകൾ കിട്ടിയപ്പോൾ 2005 വീണ്ടും അന്വേഷണം തുടങ്ങി. ആന്റണി രാജു അടക്കം 2 പേരെ പ്രതിയാക്കിയായിരുന്നു അന്വേഷണം. തൊണ്ടി വസ്തുവായ വിദേശിയുടെ അടിവസ്ത്രം തന്നെ രൂപമാറ്റം വരുത്തിയതിൽ ഇരുവരുടെയും പങ്ക് വ്യക്തമാണ്. പ്രതിയുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനുള്ള കേസാണെന്ന വാദം നിലനിൽക്കുന്നതല്ലെന്നുകൂടി അഡീഷണൽ സെക്രട്ടറി സമർപ്പിച്ച വിശദീകരണത്തിൽ പറയുന്നുണ്ട്. തൊണ്ടി മുതൽ തിരിമറി കേസ് രജിസ്റ്റർ ചെയ്തിട്ട് 30 വർഷം കഴിഞ്ഞു. കുറ്റപത്രം സമർപ്പിച്ചിട്ട് 18 വർഷവും. വിചാരണയ്ക്കായി കോടതി സമൻസ് അയച്ച് പ്രതികളെ വിളിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷം. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ 2006 കുറ്റപത്രം സമർപ്പിച്ച കേസ് 2014 നെടുമങ്ങാട് കോടതിയിലേക്ക് മാറ്റിയ ശേഷം വിചാരണ തുടങ്ങാനായി ആന്റണി രാജുവിന്റെ സൗകര്യം കാത്തിരിക്കുകയായിരുന്നു 2022 വരെ എന്ന് വ്യക്തമാകുന്നു. പ്രതി ഹാജരാകാത്തതിനാൽ വിചാരണ തുടങ്ങാനാകുമായിരുന്നില്ല എന്ന വിവരം 2022 ജൂലൈയിൽ പുറത്തു വന്നതിന് പിന്നാലെ കേസ് റദ്ദാക്കാനായി തന്നെ ആന്റണി രാജു ഹൈക്കോടതിയിലേക്ക് പോയി. 1 വർഷത്തോളം നീണ്ട നടപടികൾക്ക് ശേഷം ഹൈക്കോടതി കേസ് റദ്ദാക്കിയെങ്കിലും കുറ്റപത്രം സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ നടപടിക്രമങ്ങളിലുണ്ടായ പിഴവ് തിരുത്തി വീണ്ടും കേസ് വിചാരണ നടത്താൻ ഉത്തരവിടുകയായിരുന്നു. ഈ വിധിക്കെതിരെ ആന്റണി രാജു സമർപ്പിച്ച ഹർജിയാണ് 1 വർഷത്തോളമായി സുപ്രീം കോടതിയുടെ പരിഗണനയിലും ഉണ്ടായിരുന്നത്. ഇതിൽ സംസ്ഥാന സർക്കാർ മറുപടി നൽകിയെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ മാസം ചൂണ്ടിക്കാട്ടി. അതനുസരിച്ച് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് പ്രതികളുടെ പങ്ക് അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഇപ്പോൾ ഈ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയ ലക്ഷ്യത്തിൽ ഉൾപ്പെടുത്തിയെന്ന് ആന്റണി രാജു ആവർത്തിച്ച UDF സർക്കാരിന്റെ കാലത്ത് സമർപ്പിച്ച കുറ്റപത്രത്തിലെ കണ്ടെത്തലുകളെല്ലാം തന്നെ ശരിവെച്ചുകൊണ്ടാണ് സർക്കാർ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. കേസിന് പേരിൽ UDF ആണെന്ന് 3 പതിറ്റാണ്ടോളം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ആന്റണി രാജുവിന് ഇനി അത്തരം പ്രതിരോധങ്ങൾക്കൊന്നും പഴുതുമില്ല. പോലീസിന് പറ്റിയ സാങ്കേതിക പിഴവുകളുടെ പേരിൽ കേസിൽ നിന്ന് രക്ഷപ്പെട്ടാലും കുറ്റകൃത്യത്തിലെ പങ്ക് മറയ്ക്കാനാവില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. സാങ്കേതിക പിഴവ് ചൂണ്ടിക്കാട്ടി ആന്റണി രാജു നൽകിയ ഹർജി അനുവദിച്ച് കേസ് റദ്ദാക്കിയ ഹൈക്കോടതിയും പക്ഷേ നീതി നടപ്പാക്കാൻ വിചാരണ നടത്തി പ്രതികളെ ശിക്ഷിക്കേണ്ടതുണ്ട് എന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. അതിനായി പുതിയ കേസുമായി മുന്നോട്ട് പോകാനും കീഴ്ക്കോടതിയോട് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. കേസ് റദ്ദാക്കാൻ ഹൈക്കോടതിയും സുപ്രീം കോടതിയും സമർപ്പിച്ച പ്രതി ആന്റണി രാജു അപേക്ഷയിൽ ഒരിടത്തും തൊണ്ടി മുതലായ അടിവസ്ത്രം വെട്ടിത്തയ്ച്ച് തിരിമറി നടത്തിയ കുറ്റം നിഷേധിച്ചിട്ടില്ല എന്നതും പ്രസക്തമാണ്. പകരം കുറ്റപത്രം സമർപ്പിച്ചതിലെ സാങ്കേതിക പിഴവ് മാത്രമേ ഉന്നയിച്ചിട്ടുമുള്ളൂ. ഏതായാലും ആന്റണി രാജുവിന്റെ വിധി ഉടൻ തന്നെ അറിയാമെന്നാണ്. ചിലപ്പോൾ ഒരുപക്ഷെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് തന്നെ ഇനി ആന്റണി രാജുവിന് മാറി നിൽക്കേണ്ടി വരും. ഒപ്പം ജയിലിലേക്ക് പോകാനുള്ള സാഹചര്യം പോലും ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു.